ഇന്നത്തെ കമ്പാരിസൺ വീഡിയോയിൽ നമ്മൾ യമഹ ഫസീനോ 125 ഹൈബ്രിഡ് മോഡലും ആക്റ്റീവ 125 ഡിസ്ക് മോഡലുമാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസീനോയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് വരും. അതുകൂടാതെ ഹെഡ്ലൈറ്റ്സിനും ലൈറ്റ്സ് ആയാലും ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആയാലും എല്ലാം തന്നെ LED ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്ന ഹാലജൻ ബൾബാണ്. ഇൻഡിക്കേറ്ററിന് ചുറ്റും ഒരു വൈ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് വി ഷേപ്പിൽ ക്രോമിൻ്റെ ബാഡ്ജിങ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റിച്ച് ലക്ഷറി ഫീൽ കിട്ടാനായിട്ട്. ഫസീനോയുടെ ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലാണ്. ടയേഴ്സ് എല്ലാം തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. MRF അല്ലെങ്കിൽ സീറ്റ് ആയിരിക്കും വരിക. അലോയ് വീൽസ് വരുന്നുണ്ട്. 5 സ്പോക്ക് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. ഫസീനോയിലേക്ക് SBS കോംപി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് വരിക 190 mm ഉള്ള ഡിസ്ക് ബ്രേക്സ് ആണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്സ് ആണ് വരിക. ഇതാണ് അതിൻ്റെ അലോയ് വീൽസ് വരുന്നത്. 90-12 ട്യൂബ്ലെസ് ടയേഴ്സ് ആയിരിക്കും. മൈലേജ് ടയേഴ്സ് ആയിരിക്കും ഈ സ്കൂട്ടറിന് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ സെഗ്മെൻറ്റിൽ ഫസീനോ നമുക്ക് തരുന്നുണ്ട്. 145 mm ആണ് ക്ലിയറൻസ്. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സ്കൂട്ടറാണ് ഫസീനോ ഈ 125 സെഗ്മെൻറ്റിൽ. 99 കിലോ ആകെ വെയിറ്റ് വരുന്നുള്ളൂ. 1280 mm ആണ് ഫസീനോൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതാണ് കോക്പിറ്റിൻ്റെ ഡിസൈൻ. ഫുള്ള് മാറ്റ് ബ്ലാക്ക് ഡിസൈനിലാണ് വരുന്നത്. കൂടാതെ ഹാൻഡിലിനുള്ള ചുറ്റ് ഒരു കാർബൺ ഫൈബറിൻ്റെ കവറിങ് പോലെ നമുക്ക് വരുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് സ്വിച്ചസ് എല്ലാം വരുന്നത്. അതുകൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും സ്വിച്ച് വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് ഫസീനോയ്ക്ക് വരിക. അതിന് യമഹ കണക്റ്റ് ഓപ്ഷൻ കൂടെയുണ്ട്. പിന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഗേജ് എല്ലാം തന്നെ ഡിജിറ്റലായിട്ട് കാണിക്കും. അതുകൂടാതെ ടൈമിംഗ് ബെൽറ്റ്, അതുപോലെ ഓയില്, അതുപോലെ ട്രിപ്പ് മീറ്റേഴ്സ്, ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും, റേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫസീനോയിൽ നമുക്ക് കാണിച്ചു തരുന്നു. വളരെ ഡീസൻ്റ് ആയിട്ടൊരു ഫുഡ് സ്പേസ് നമുക്ക് ഫസീനോയ്ക്ക് കിട്ടും. ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആൾ ഇരുന്നാൽ തന്നെയും കാല് മുട്ടത്തൊന്നുമില്ല. സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 780 mm ആണ്. വളരെ ഭംഗിയുള്ളൊരു ഡ്യുവൽ ടോൺ സീറ്റാണ് ഫസീനോയ്ക്ക് വരുന്നത്. അതുകൂടാതെ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്രാബ് റെയിലും ഫസീനോയിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട്. കൂടാതെ സീറ്റിന് താഴെ ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് കൂടെ വരുന്നുണ്ട്. സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് കീ ബട്ടണിൽ നിന്ന് തന്നെയാണ്. ഇടത്തെ സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ കീ ഓപ്പണായി വരും. സീറ്റ് ഓപ്പണായി വരും. സീറ്റിൻ്റെ കപ്പാസിറ്റി വരിക 21 ലിറ്ററാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരിക. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.2 ലിറ്ററാണ്. E20 ഫ്യൂൾ സപ്പോർട്ടഡ് ആണ്. അതുകൂടാതെ OBD2 സെൻസറാണ് അതിന് തൊട്ടപ്പുറമായിട്ട് കാണുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സെൻസറുള്ള ഫസീനോയ്ക്ക് മൈലേജ് വരുന്നത് 70-75 കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നത്. അതുകൂടാതെ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 125cc എഞ്ചിൻ വരും. 8.2 bhp ആണ് പവർ വരുന്നത്. 10.3 ന്യൂട്ടൺ ടോർക്ക് വരും. ടോപ്പ് സ്പീഡ് 91 കിലോമീറ്റർ ആണ്. ഒരു 70-75 മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റവും അതുകൂടാതെ പെട്രോൾ സിസ്റ്റവും കൂടി കമ്പൈൻ ചെയ്താണ് വണ്ടി വലിച്ച് കൊണ്ടുപോകുന്നത്. അതായത് കൂടുതൽ കയറ്റം കയറുന്ന സന്ദർഭം, അതായത് കൂടുതൽ ടോർക്ക് വരുന്ന സന്ദർഭങ്ങളിൽ ബാറ്ററിയിൽ നിന്ന് പവർ എഞ്ചിൻ ഷെയർ ചെയ്യും. അങ്ങനെ കൂടുതൽ ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്ത് മൈലേജ് കുറച്ച്, അതായത് ഫ്യൂവൽ കുറച്ച് കത്തിയിട്ട് പവർ കൂടുതൽ നമുക്ക് എമിറ്റ് ചെയ്യും. വി ഷേപ്പിലുള്ള നല്ല അടിപൊളി ഹാലജൻ ടെയിൽ ലൈറ്റ്സ് ആണ് ഫസീനോയ്ക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. അതുകൂടാതെ യമഹയുടെ ഒരു ബാഡ്ജിങ്ങും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഗ്രാബ് റെയിൽ മാറ്റ് ബ്ലാക്ക് കളറിൽ നല്ല വീതിയുള്ളതും വണ്ണമുള്ളതാണ്. നമുക്ക് ബാക്കിൽ നിന്ന് ആൾക്ക് സുഖമായിട്ട് കൈയ്യത്തിച്ച് പിടിക്കാവുന്നതാണ്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു സൈലൻസർ ഷീൽഡ് വരും. ബാക്ക് സൈഡ് വീലിൻ്റെ വലിപ്പം കുറവാണ്. 10 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയർ വരും. സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഫിക്സഡ് സസ്പെൻഷനാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ബാക്ക് സൈഡ് സസ്പെൻഷൻ. ഓൺ റോഡ് 1.19 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഫസീനോയ്ക്ക്. അതുകൂടാതെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി വരുന്നുണ്ട്. കോംബി ബ്രേക്ക് വരുന്നുണ്ട്. LED ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റ് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണ്. ചേച്ചിമാർക്കൊക്കെ കാലെത്തും. അതായത് നമുക്കൊരു 5 അടി അല്ലെങ്കിൽ 5.2 പൊക്കമുള്ള ചേച്ചിമാർക്ക് വരെ സുഖമായിട്ട് കാലെത്തിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന വാഹനമാണ് ഫസീനോ. പിന്നെ അതുകൂടാതെ യമഹ ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. എഞ്ചിൻ ബോഡി എല്ലാം ഹെവി ക്വാളിറ്റി ആയിരിക്കും. പെട്ടെന്നൊന്നും നമ്മൾ എത്ര ചവിട്ടിപ്പൊളിച്ച് ഉപയോഗിച്ചാലും വാഹനം ഒരിക്കലും പൊളിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 1.19 റേഞ്ചിൽ നല്ല ഒരു അടിപൊളി ചോയ്സാണ് ഫസീനോ. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത സ്കൂട്ടറിൽ കിടക്കാം. 125cc സെഗ്മെൻറ്റിൽ വിൽപ്പനയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനമാണ് ഹോണ്ട ആക്റ്റീവ 125. അതിൻ്റെ തന്നെ ഫുൾ ഓപ്ഷൻ മോഡൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡിസ്ക് ബ്രേക്ക് വരുന്ന ഫുൾ ഓപ്ഷൻ മോഡലാണ് നമ്മൾ ഈ കാണിക്കുന്നതിൻ്റെ. വൈസർ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ലൈറ്റ്സ് എല്ലാം വരുന്നത് HID ഹെഡ് ലൈറ്റ്സ് ആണ്. അതുകൂടാതെ ഇൻഡിക്കേറ്ററിൻ്റെ താഴെയായിട്ടൊരു പൈലറ്റ് ലൈറ്റ്സും വരുന്നത്. അത് വൈറ്റ് കളറിലുള്ള LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൈലറ്റ് ലൈറ്റ്സിൻ്റെ നടുക്കായിട്ട് ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ്, ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഫുൾ മെറ്റലാണ്. മഡ് ഗാർഡിൻ്റെ ടിപ്പിലായിട്ട് റബ്ബറിൻ്റെ ഗാർഡും വെച്ചിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. ലോങ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയിരിക്കും. ഹൈലി സ്റ്റേബിളാണ്. അത് കൂടാതെ അത്യാവശ്യം ബമ്പുകളൊന്നും ചാടിയാൽ തന്നെ നമുക്ക് ആ ചാട്ടത്തിനാക്കം ഫീൽ ചെയ്യില്ല. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. 190 mm ആണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വരുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പേസ് നമുക്ക് ആക്റ്റീവ 125 തരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 162 mm ആണ്. ആകെ വെയിറ്റ് 110 കിലോയെ വണ്ടിക്ക് വരുന്നുള്ളൂ.
1260 mm ആണ് അതിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത്. ആക്റ്റീവ 125ൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കോക്പിറ്റ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിലാണ്. നമ്മുടെ കൺവീനിയൻസിനായിട്ടൊരു ഗ്ലോ ബോക്സ് കൂടെ വരുന്നുണ്ട്. മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചാണ് ആക്റ്റീവ 125 വരുന്നത്. അതിന് സീറ്റിൻ്റെയും ഫ്യൂലിൻ്റെയും ഓപ്പണിങ് ഈ കീ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. സ്വിച്ചസ് എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. മാറ്റ് ബ്ലാക്കും സിൽവറും കളർന്ന ഒരു കോക്പിറ്റ് ഡിസൈനാണ് അതിൻ്റെ മീറ്റർ കൺസോളിന് വരുന്നത്. സെമി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് വാഹനത്തിന് വരുന്നത്. അതുകൂടാതെ 1-2 ഫീച്ചേഴ്സ് കൂടി അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെമി ഡിജിറ്റൽ പോർഷനിൽ നമുക്ക് ടൈം കാണിക്കും, ഓഡോമീറ്റർ കാണിക്കും. അത് കൂടാതെ ഡിസ്റ്റൻസ് ടു എം ടി ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും എന്ന് കാണിക്കും, അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയും അതിന്. ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടി എന്ന് കാണിക്കും. കറണ്ട് മൈലേജ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടും എന്നെല്ലാം ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുടെ ശൈലി, ആക്സിലറേഷൻ, ബ്രേക്കിങ്ങിൻ്റെ എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സെൻസർ വർക്ക് ചെയ്ത് ഫ്യൂവൽ അതനുസരിച്ച് ഫ്യൂൽ പമ്പ് ത്രോ ചെയ്ത് കൊടുക്കും എഞ്ചിനിൽ. അപ്പോൾ നമുക്ക് നല്ലപോലെ മൈലേജ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 22 ലിറ്ററാണ്. സീറ്റിൻ്റെ ലെങ്ത് 712 mm ആണ്. എക്സ്റ്റേണലാണ് ഫ്യൂൽ ഫില്ലിങ് വരുന്നത്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഫ്യൂൽ ഫില്ല് ചെയ്യാനായിട്ട്. അതുകൂടാതെ നല്ല സിൽവർ കളറിലൊരു അടിപൊളി വലിപ്പമുള്ള റിയർ ഗ്രാബ് റെയിലും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത്. 5.3 ലിറ്ററാണ് പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി. എക്സ്റ്റേണലാണ് ഫ്യൂൽ ഫില്ലിങ് വരുന്നത്. നല്ല വി ഷേപ്പിലുള്ള ഭംഗിയുള്ള ആക്റ്റീവ 125 ബാഡ്ജിങ്ങുള്ള ഒരു അടിപൊളി ടെയിൽ ലൈറ്റ്സും വാഹനത്തിന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 124 cc ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. 6.1 kW അതിൻ്റെ പവർ. 10.4 Nm ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് 85 km ആണ്. മൈലേജ് ഒരു 55-60 ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഫുട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലൂമിനിയം ഫുട്രസ്റ്റാണ്. സിംഗിൾ ഡയറക്ഷനിലേക്ക് ഫോൾഡ് ചെയ്യാം. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ സ്കൂട്ടറിന് വരുന്നുണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് ഓഫായാൽ മാത്രം, തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടായി നമുക്ക് ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്ക് സൈഡ് നമുക്ക് ടയർ വരുന്നത് 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. സെയിം ടു സെയിം അലോയ് വീൽസും ബാക്ക് സൈഡിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ബ്രേക്ക് 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷേ കോംബി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. 2 സൈഡിലും ബ്രേക്ക് കണക്റ്റഡ് ആണ്. ഏത് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്താലും പ്രൊപ്പോർഷണൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും കിട്ടുന്നതാണ്. ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1.16 ആണ്. ഈ 2 സ്കൂട്ടറുകളിൽ ഏതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം എനിക്ക് 2 സ്കൂട്ടറും അതേപോലെ ഒരേപോലെ ഇഷ്ടമുള്ള സ്കൂട്ടറാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ എന്തായാലും 2 സ്കൂട്ടറും അതായത് ഷോറൂമുകളിൽ പോയി കാണുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു.